എല്ലാവർക്കും ഹായ്. വെൽക്കം ടു ദ മദർ ടു കാലിക്കറ്റ് ലൈഫ് സ്റ്റൈൽ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അതിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. എനിക്ക് ரொம்ப 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 ഹാപ്പിயாக இருக்குது. ஸோ அதில் எனக்கு പേഴ്സണലായിട്ട് എൻ്റെ ഫാമിലി സൈഡ് തമിഴ്നാട്ടുകാരാണ്. അവർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഫുൾ മലയാളത്തിലാണ് സംസാരിച്ചത്. പക്ഷേ മലയാളക്കാർക്കാണ് അറിയാം എൻ്റെ മലയാളം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച്, മലയാളം നീ പറയുന്നില്ലെന്ന് പറയുന്നത്, തമിഴും பேச மாட்டேன்னு சொல்கிறேன், അപ്പം നീ എന്നതാ വീഡിയോയിൽ സംസാരിച്ചാന്നെല്ലാം ചോദിച്ച്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസിൽ തമിഴും മലയാളം ഇനി ചേർന്ന് തന്നെ വരും. தெரியாத வார்த்தைகள் மலையாள வார்த்தைகளுக்கெல்லாம் நான் தமிழ் மீனிங் சொல்லுவேன். அது மாதிரி தமிழில் தெரியாத வார்த்தைகளுக்கெல்லாம் நான் കേരളത്തിൽ മലയാളത്തിൽ ഞാൻ പറയും. സോ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഏതാ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി വാഴ്ത്തുക്കൾ പറയുന്നത്. ശ്രീകൃഷ്ണ ജയന്തി വാഴ്ത്തുക്കൾ എന്ന് പറഞ്ഞാൽ തമിഴാണ്, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ മലയാളമാണ്. ஸோ இப்போது நம்ம ശ്രീകൃഷ്ണ ജയന്തി ഓവറാൾ ഇന്ത്യയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത് സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആവും. അത് കേരളത്തിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക, തമിഴ്നാട്ടിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. കേരളത്തിലെ മറ്റേ ജില്ല എനിക്ക് അറിഞ്ഞൂടാന്ന് വെച്ചാൽ തമിഴിൽ തെരിയാത്. മറ്റേ ഡിസ്ട്രിക്റ്റിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെ എനിക്ക് തെരിയാത്. ബട്ട് ഞാനിരിക്കുന്ന സ്ഥലത്തിൽ എൻ്റെ സർക്കിളിൽ എങ്ങനെ സെലിബ്രേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പോകുന്നു. സോ കേരളത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയാണ് നടത്തുന്നുണ്ട്. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ തമിഴിലെ ഊർവലം. നമ്മൾ തേര് തിരുവിള അപ്പെല്ലാം ഊർവലം ഇങ്ങനെ പോവില്ലേ, അതുപോലെയാണ്. നമ്മൾ കുഞ്ഞു മക്കൾ, കുഞ്ഞാവെന്ന് വെച്ചാൽ തമിഴിലെ കുളന്തങ്ങ. ശ്രീകൃഷ്ണൻ്റെ വേഷമോ രാധയുടെ വേഷമോ ഇട്ടിട്ട് റോട്ടിലിങ്ങനെ യാത്ര പോവാം. അപ്പോൾ അത് കൂടെ ലേഡീസും നല്ല കേരള ഡ്രസ്സ് സെറ്റ് സാരി ഉടുത്തിട്ട് നല്ല ഭംഗിയോടെ നല്ല ഘോഷയാത്രയാണ് ചെയ്യുക. അത് ഭംഗിന്ന് വെച്ചാൽ തമിഴിലെ സൂപ്പർ അട്ടഹാസം എന്ന് പറയാം നമുക്ക്. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അമ്പലത്തിൽ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. പിന്നെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഇങ്ങനെയാണ് നല്ലൊരു റൂട്ടിൽ നടക്കുന്ന ഒരു നല്ലൊരു ആഘോഷം. അതായത് കേരളത്തിലെ കൃഷ്ണ ജയന്തി. നെക്സ്റ്റ് നമ്മൾ തമിഴ്നാട്ടിലെ കൃഷ്ണ ജയന്തി എപ്പടി കൊണ്ടാടുറോംന്ന് പാക്കണം. കൊണ്ടാടുറോംന്ന് പറഞ്ഞാലേ ആഘോഷിക്കുന്നതാട്ടാ മലയാളത്തിൽ. അത് നമുക്ക് കാണാം. ആദ്യം തമിഴ്നാട്ടിലെ നമ്മൾ ശ്രീകൃഷ്ണനോടെ വിഗ്രഹം നല്ലോണം കഴുകി വൃത്തിയാക്കും. വൃത്തിന്ന് വെച്ചാൽ തമിഴിൽ ശുദ്ധമാക്കുവാങ്ക. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല കുഞ്ഞാവ ഉണ്ടെങ്കിൽ കുഞ്ഞാവയുടെ കാല് ഉണ്ടാവില്ലേ, കുഞ്ഞിക്കാല്, അത് അരിപ്പൊടിയിൽ കലക്കിയിട്ട് കുഞ്ഞാവയുടെ പാദം ഫീറ്റ് അതിൽ അമർത്തി ഇങ്ങനെ വീട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലിരുന്ന് പൂജാ ഹാൾ വരയ്ക്കാം. ഇങ്ങനെ നടത്തിയിട്ട് കൂട്ടിപ്പോവാം. ഇതാണ് ഫസ്റ്റ് വണ്. അത് കാണാൻ സൂപ്പറായിരിക്കും. കുഞ്ഞാവുള്ള വീട്ടിൽ കാണണം, നല്ല രസമുണ്ടാവും, നല്ല അട്ടഹാസമായിരിക്കും. പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ, അതിന് നല്ലോണം മാല ഉണ്ടാവും, പൂമാല. അത് നമുക്ക് ഇന്ത്യ കേരളത്തിൽ കിട്ടുന്നില്ല. തമിഴ്നാട്ടിലെ എവിടെ തിരുമ്മിയാലും പൂക്കട ഉണ്ടാവും. അതിൽ ഒരുപാട് പൂക്കളും മാലയെല്ലാം ഉണ്ടാവും. അങ്ങനെയാണ്
അതിനുശേഷം നമ്മൾ കൃഷ്ണനുക്ക് പിടിച്ച പദാർത്ഥങ്ങൾ വെച്ച് കൊടുക്കും. കൃഷ്ണൻ വെണ്ണ തിരുടി തിന്നുന്ന കൃഷ്ണനല്ലേ, അപ്പോൾ ആ കൃഷ്ണനോട് വെണ്ണ വെക്കും. പിന്നെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ரொம்ப പിടിച്ച അവില് കൊടുക്കും. പിന്നെ മുറുക്ക്, ചീട, അങ്ങനത്തെ കുറേ ഡിഷസ് വെക്കും. കുറേ എന്ന് വെച്ചാൽ നിറയെ. ഓക്കെ, തമിഴില്. അതിനുശേഷം ഞാൻ പുതുസായിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. അത് എന്താണ്, ശർക്കര പൊങ്ങലാണ്. കേരളത്തിലെ കുറച്ച് മാറ്റി അരിപ്പായസം എന്ന് വെക്കും. പക്ഷെ അതിൽ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഞാൻ ശർക്കര പൊങ്ങലാക്കിയിട്ടുണ്ട്. എന്നോട് ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ശർക്കര പൊങ്ങലെല്ലാം ഉണ്ടാക്കുവാന്ന്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് കാണാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ 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 അടിപൊളിയെ തമിഴ്നാട്ടുകാർക്ക് അറിയാം, കുറേ പാട്ടെല്ലാം വന്നിട്ടുണ്ടല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ കൃഷ്ണ ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതല്ലാത്ത ചെറിയ ചെറിയ മക്കളുണ്ടെങ്കിൽ കൃഷ്ണ ജയന്തിന് തമിഴ്നാട്ടിലും രാധാകൃഷ്ണ വേഷമെല്ലാം ഇട്ടിട്ട് നമുക്ക് ആഘോഷം നടത്താറുണ്ട്. പക്ഷേ അതുപോലെയാണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു 3 കൊല്ലം കൃഷ്ണ ജയന്തിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കൊല്ലം ഞാൻ സെലിബ്രേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ കുഞ്ഞു പാദങ്ങളെല്ലാം വെച്ച് സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇക്കൊല്ലം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ഒരു കൊല്ലം ഇവിടെ ഇല്ല, നമ്മൾ തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നു. സോ എൻ്റെ വീട്ടിൽ കുഞ്ഞാവ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഈ കയ്യാണ് കുഞ്ഞാവ. അതുകൊണ്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ട്. കയ്യിൽ നമ്മൾ അരിപ്പൊടി വെച്ച് ഡിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ ഈ 4 ഫിംഗർ ഉണ്ടല്ലോ, അതാ കുഞ്ഞാവോടെ ഫിംഗർ. പിന്നെ ഇത് അപ്പ വിരലിന് മലയാളത്തിലാണ് പറയുക, തമിഴിലെ കട്ട വിരൽ എന്ന് പറയും. അത് കുഞ്ഞാവോടെ കട്ട വിരലാക്കി അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനെയാണ് ആഘോഷിച്ചത്. എന്നോട് അന്ന് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സെക്കൻഡ് വീഡിയോ ആണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അധികം ആൾക്കാരായാലേ ரொம்ப ഹാപ്പിയാണ്. ரொம்ப സന്തോഷം അധികം ആൾക്കാർ കാണുമ്പോൾ. സോ എന്നോട് വീഡിയോ എല്ലാവർക്കും പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ തമിഴിൽ நினைக்கிறேனாണ് அர்த்தம். ஓகே, அப்போது நான் நினைக்கிறேன். அதனால் என்னோட வீடியோஸு உங்களுக்கு பிடிச்சிருக்கும். அப்படி பிடிச்சிச்சின்னா நீங்கள் உங்கள் ஃபேமிலி ஃப்ரெண்ட்ஸு எல்லாருக்கும் ஒன்று ஷேர் பண்ணுங்கள், സബ്സ്ക്രൈബ് பண்ணுங்கள், ലൈക്ക് பண்ணுங்கள். എല്ലാ യൂട്യൂബ്കാരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുന്നുണ്ട്. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്തടുത്ത് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബെല്ലൈക്കാൺ ഒന്ന് ക്ലിക്ക് பண்ணி விட்டுடுங்க. ഓക്കെ, അടുത്ത് നമ്മൾ വീഡിയോക്കുள்ளே പോവാം. ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെറുതായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. ആ വീഡിയോക്ക് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, அப்போது இதான் நம்மளோட கோகுலாஷ்டமியோட செலிப்ரேஷன் வீடியோ. மதுரையில் அந்த மாதிரி கோலப்பொடியெல்லாம் கிடைக்கும், அதை வச்சு தான் அந்த மாதிரி கோலமும் பின்ன இந்த மாதிரி குட்டி பாதெல்லாம் போடுவாங்க. ஆனால் இங்கே அது கிடைக்காதனால நான் பச்சரிசியை எடுத்துகிட்டு அதை அரைச்சிட்டு பொடியாக்கிட்டு இந்த மாதிரி வச்சுருக்கேன். அது பார்க்கவே நல்லா அழகாக இருக்கும். நிஜமாலே ஒரு குட்டி குழந்த நம்ம வீட்டில் நடந்து வர மாதிரி இருக்கும். அது வாசல்லேருந்து இங்கே கிருஷ்ணன் இடத்து வரைக்கும் போகும். அதுக்கப்புறம் கிருஷ்ணனுக்கு பிடிச்ச எல்லா ஃபுட் ஐட்டம், வெண்ணெய், சர்க்கரை பொங்கல், அப்பம், அவில் எல்லாம் வச்சுട്ടുണ്ട്. இப்போ கிருஷ்ணனுக்கு பூவான அது மாலை கிடைக்காதனால நம்ம வீட்டிலேயே கிடைச்ச அந்த செம்பருத்தி பூ தான் வச்சுருக்கிறேன். இது நல்ல ஒரு ஃபங்க்ஷனு. இதே மாதிரி எல்லா ஃபங்க்ஷனும் செலிப்ரேஷனும் நம்ம வீடியோவில் அடுத்தடுத்து കാണാട്ടാ. അപ്പോൾ അങ്ങനെയെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ நான் உங்ககிட்ட பாய் சொல்லிக்கிறேன். நான் உங்கள் நிஷா ஷகில், மதுரை டு கேலிக்கட்டு லைஃப் ஸ்டைல் சேனல். ஓகே, டாட்டா, பாய்.